പിന്നെ ആദ്യമായിട്ടൊക്കെ പറ്റിയ സമയത്ത് ഇതെന്താന്ന് പോലും അറിയാതെ അത്ര ടെൻഷൻ അടിച്ച് വന്നിട്ടുണ്ട്. അതൊന്നും ആരും കണ്ടിട്ടില്ല. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, എനിക്ക് ഈ ഒരു വീഡിയോ ഇട്ട് റീച്ച് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ വെച്ച് റീച്ച് ഉണ്ടാക്കണം എന്ന് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഇങ്ങനത്തെ പറ്റി ഒന്നും പറയാതിരുന്നത്. അപ്പോൾ എനിക്ക് ഇന്നൊരു ഈ ഒരു ചെറിയൊരു കാര്യം പറയണം തോന്നി, അതുകൊണ്ടാണ് കേട്ടോ. ഹലോ, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്ന ഒരു ഓൺ വോയിസ് ആയിട്ട് ഇങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിക്കും, ചിലപ്പോൾ വിചാരിക്കും പറയണ്ട, അങ്ങനെ ഒക്കെ കൺഫ്യൂഷൻ ആയിട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വാഗമണ്ണൊക്കെ ട്രിപ്പ് പോയ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും, കാണുന്നവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ചാനൽ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ മോന് സ്കാൻ എടുക്കാൻ പോയൊരു വീഡിയോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതും ആ ഒരു കാര്യങ്ങളൊന്നും പറയണ്ട എന്ന് വിചാരിച്ചാണ്, പക്ഷെ എനിക്കിത് പറയണം തോന്നി, അതുകൊണ്ടാണ്. അപ്പം എൻ്റെ മോനിപ്പം 3.5 വയസ്സായി, 4 വയസ്സാവാനായി. ജൂൺ 1 വന്ന് അവന് 4 വയസ്സാവും കേട്ടോ. അപ്പം ഇതുവരെയും ഞങ്ങൾ കുറേ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടന്നിട്ടുണ്ട്. പക്ഷെ വലിയ കാര്യമാണെന്ന് ചോദിച്ചാൽ വലിയ കാര്യമല്ല, പക്ഷെ നമുക്കത് വലിയ കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ മക്കൾക്ക് ഒരു ചെറിയ കാര്യം വന്നാൽ പോലും അത് നമുക്ക് വലിയൊരു ഇതാണല്ലേ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മോനെ കൊണ്ട് എല്ലാ മക്കൾക്ക് ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. ഇവന് പക്ഷേ പനി ഇതൊന്നും അല്ലാതെ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറച്ച് വലിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയ വീഡിയോ ഇട്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൽ ഞാൻ കാര്യം എന്താണെന്നും അല്ല, സ്കാൻ ചെയ്യാൻ പോയി എന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവനെ ഞാൻ പ്രഗ്നൻ്റ് ആയി 5-ാം മാസത്തിൽ നമ്മൾ അനോമലി സ്കാൻ ചെയ്യുമല്ലോ. അപ്പോൾ ആ അനോമലി സ്കാൻ ചെയ്ത സമയത്ത് കിഡ്നിയിൽ നീർക്കെട്ടുണ്ട്, അതായത് കുട്ടിക്ക് ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അത് വലിയ അങ്ങനത്തെ രോഗമല്ല, എന്നാലും പേര് കേൾക്കുമ്പോൾ വിചാരിക്കും വലിയ എന്തോ സംഭവമാണ്. പക്ഷെ എന്നാലും മാറിയില്ലെങ്കിൽ അത് ചിലപ്പോൾ പ്രശ്നമാവും. പക്ഷെ ഡോക്ടർമാർ പറയുന്നത് കുട്ടി വലുതാവുന്ന അനുസരിച്ച് ഇത് മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാലം എനിക്ക് ഈ ഒരു സംഭവത്തിനെ പറ്റി വലിയ ടെൻഷൻ ഇല്ലായിരുന്നു. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇവൻ ജനിക്കുന്നതിന് മുന്നേ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഉണ്ടായിരുന്നു. അതല്ലാതെ ജനിച്ചു കഴിഞ്ഞ് കറക്റ്റ് 45 ദിവസമായപ്പോഴാണ് ഇവനെ ഫസ്റ്റ് സ്കാൻ ചെയ്യുന്നത്. ഫസ്റ്റ് സ്കാൻ ചെയ്ത സമയത്ത് അത് 9.8 mm ഉണ്ടായിരുന്നു. അത് പിന്നെ അങ്ങനെ നമ്മൾ സ്കാൻ ചെയ്യുന്നതനുസരിച്ച് നോക്കുന്ന സമയത്തൊക്കെ കുറഞ്ഞ് വന്ന് ലാസ്റ്റ് ഞങ്ങൾ ഇപ്പം ചെയ്തിട്ട് ഏകദേശം ഒരു 1.5 വർഷത്തിന് മുന്നെയാണ് ഞങ്ങൾ സ്കാൻ ചെയ്തത് കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ അവന് ജസ്റ്റ് ഒന്നുകൊണ്ടേ കാണിക്കാം, ഇടയ്ക്ക് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ഒന്ന് പോയി സ്കാൻ ചെയ്തതാണ്. പക്ഷേ ഈ പ്രാവശ്യം ചെയ്തപ്പോൾ 5.4 ആയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത സമയത്ത് 3.8 ആയിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ പേടിക്കാനില്ല, ഇനി ഒരു പ്രാവശ്യം കൂടി ചെയ്ത് കഴിയുമ്പോൾ നോർമലാവും, ഓക്കെ ആവും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് 3.8 കൂടി 5.4 mm ആയപ്പം എനിക്കത് ഭയങ്കര ടെൻഷനായി. കാരണം അത് MM എന്ന് പറയുന്നവർ ഇത്രയേ ഉള്ളെങ്കിലും നമുക്കതൊരു വലിയ കാര്യം തന്നെയാണ് നമ്മുടെ മക്കൾക്ക് വരുമ്പോൾ അല്ലേ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്കൊന്ന് പീഡിയാട്രിക് സർജനെ കാണിക്കാം, എന്തുകൊണ്ടാണ് കൂടുന്നത്, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നൊരു ഓപ്ഷൻ നോക്കാം, പീഡിയാട്രിക് സർജനെ കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇന്നലെ പോയി പീഡിയാട്രിക് സർജനെ നിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ അവിടുന്ന് അവർ തീരെ യൂറിനറി ഇൻഫെക്ഷൻ വരാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത്രയും ദിവസം എനിക്ക് ഇതിനെപ്പറ്റി ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ടെൻഷൻ ഉണ്ടായിരുന്നു, മോനിങ്ങനെ ഒരു ഇതുണ്ടല്ലോ, അത് മാറിക്കോളും, വലുതാവുന്നതനുസരിച്ച് മാറിക്കോളും എന്നാണ് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. എന്തായാലും കുറഞ്ഞു വരുമ്പോൾ എനിക്കൊരു സമാധാനമായിരുന്നു, ആ കുറയുന്നുണ്ടല്ലോ, എന്തായാലും മാറും, ഇനി ചെയ്യുന്ന സമയത്ത് അത് ഉണ്ടാവില്ല, പോയിട്ടുണ്ടാവുന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇത് പെട്ടെന്ന് അത് കൂടിയ 3.8 മുന്നോട്ട് 5.4 ആയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായിപ്പോയി. അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, കാരണം ഇതെന്തായിരിക്കും കൂടിയേ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, നമുക്കൊരു പ്രായം വരെ നോക്കാം, ഒരു ഏജ് ഉണ്ട്, ആ ഒരു ഏജ് ലിമിറ്റിൽ ഇത് മാറും, പൊതുവെ മാറാറുണ്ട്, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഒരു 3 മാസം കൂടെ കഴിഞ്ഞ് നമുക്കൊന്നും കൂടെ സ്കാൻ എടുത്ത് നോക്കാം, അതിൽ ഇനിയും കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മക്കൾക്ക് വരുമ്പോൾ പേടിയല്ലേ. എനിക്കിത് പറഞ്ഞപ്പോൾ മുതൽ ഭയങ്കര പേടിയാണ്. കാരണം ഇനിയിപ്പോൾ ആ ഒരു 3 മാസം ആകുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് കുറയുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പ്രാർത്ഥിക്കുന്നത് ഫുള്ളായിട്ട് കുറയട്ടെ എന്നാണ് കേട്ടോ. അത് എത്രയോ 1 എത്തണം. അപ്പോൾ ഇപ്പോൾ അവനുള്ളത് 5.4 അതിൽ കുറഞ്ഞ് വരണം. ശരിക്കും പറഞ്ഞാൽ ഈ 1.5 വർഷം കൊണ്ട് ഈ 3.8 എന്നുള്ളത് ഞാൻ വിചാരിച്ചത് ഫുള്ളായിട്ട് മാറിയിട്ടുണ്ടാവും തന്നെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അച്ഛമ്മ സൗണ്ട് ഉണ്ടാക്കില്ലേ അവന്. അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു വീഡിയോയിൽ പിന്നെ ഞാൻ ഷോർട്സ് ഇട്ട സമയത്തായാലും ഞാൻ സ്കാൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എല്ലാവരും ഇപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർ അതെന്താണെന്നൊന്നും ചിന്തിക്കണം എന്നൊന്നും ഇല്ലല്ലോ, ചോദിക്കുന്നവരോട് പറയാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ്. പിന്നെ ആർക്കെങ്കിലുമൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത്
കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ചില ഡോക്ടർമാരത് പറയണമെന്നില്ല, സ്കാൻ ചെയ്യണമെന്ന് പറയൂല. നിങ്ങളത് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായും പോയി സ്കാൻ ചെയ്യണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഇവിടുന്ന് സ്കാൻ ചെയ്ത സമയത്ത് ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ആദ്യം പറഞ്ഞത് കുഴപ്പമില്ല, ഓക്കെ ആണെന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഈ റിപ്പോർട്ട് ഞാൻ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു നേഴ്സിനോട് വിളിച്ചിട്ട് ഡയലൂട്ട് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഡയലൂട്ട് അല്ലാന്ന് എഴുതിയതുകൊണ്ട് ഡയലൂട്ട് അല്ലാന്ന് വിളിച്ച് പറഞ്ഞു ഡോക്ടറോട്. അങ്ങനെ ആ ഡോക്ടർ അപ്പോൾ റിപ്പോർട്ട് കാണാത്തതുകൊണ്ട് തന്നെ ഡോക്ടറൊന്നും കുഴപ്പമില്ലാതെ. പക്ഷേ ഈ ഒരു കുഴപ്പമില്ല കേട്ട് ഞാൻ നിന്നായിരുന്നെങ്കിൽ, പക്ഷെ ഞാനത് കേട്ട് നിൽക്കൂലായിരുന്നു, ഉറപ്പാണ്. കാരണം എനിക്കിത് കൂടിയോണ്ട് ഞാൻ എന്തായാലും വേറെ ഡോക്ടറെ കൊണ്ടേ കാണിച്ച് അടുത്ത സ്കാൻ എടുക്കുക, എനിക്കത് ഉറപ്പായിരുന്നു. പക്ഷെ എന്നാലും ഈ ഡോക്ടർ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കേൾക്കുന്നവർ ചിലപ്പോൾ ചെയ്യണമെന്നില്ലല്ലോ. ഞാനങ്ങനെ എന്തായാലും അത് കഴിഞ്ഞ് ഡോക്ടർ വൈകുന്നേരം ആയപ്പോൾ മെസ്സേജ് അയച്ചു, പഴയ സ്കാനൊന്ന് അയക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് നാളെ ഇന്ന് ഹോസ്പിറ്റലിൽ വാ, കുറച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ച് സംസാരിച്ചാണ് ഇങ്ങനെ നിംസിലേക്ക് എത്തിയത്. നിംസ് പോയി ബാക്കി ഇപ്പോൾ കാര്യങ്ങൾ യൂറിൻ ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്, കൾച്ചറൊക്കെ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ നോർമലായി സാധാരണ പോലെ തന്നെ ഉണ്ടാവട്ടെ എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഈ ഒരു അവസ്ഥയിൽ അവന് ഇൻഫെക്ഷൻ വരാൻ പാടില്ല, യൂറിൻ ഇൻഫെക്ഷൻ വരാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയും കാലം യൂറിൻ ഇൻഫെക്ഷൻ പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പനിയൊക്കെ വരാറുണ്ട്, എന്നാലും യൂറിൻ ഇൻഫെക്ഷൻ്റെ കാര്യമൊന്നും ഞാൻ ഇത്ര ഒരു ഇതായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്കിത് മാറുന്നുള്ള ചിന്ത കൊണ്ട് മാത്രം. പക്ഷെ ഇപ്പം എനിക്ക് ഒരു പേടിയായി, ഇനിയിപ്പം എന്താവും, അവൻ ആ ഒരു ഏജ് എത്തുമ്പോൾ തന്നെ അത് മൊത്തമായിട്ട് മാറുമോ എന്നുള്ളൊരു പേടിയായി പോയിട്ടോ. എന്തായാലും മാറട്ടെ. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരും കൂടെ പ്രാർത്ഥിക്കണം, എന്തായാലും മാറട്ടെ. പിന്നെ കുറേ പേർക്കൊക്കെ ഇത് പറയുമ്പോൾ വിചാരിക്കും എന്തിന് നമ്മുടെ ഫാമിലി തന്നെ ഉണ്ടാവുമല്ലോ. കുറേ പേരൊക്കെ പറയുമ്പോൾ വിചാരിക്കും ഇത്രയേ ഉള്ളൂ. പക്ഷെ അത് ചെറിയ കാര്യമൊന്നുമല്ല, കുട്ടീൻ്റെ കിഡ്നിക്കാണുള്ളത്. ചെറുതാണെങ്കിൽ പോലും അത് കിഡ്നിയിലാണുള്ളത്. അത് എത്രത്തോളം കുറച്ച് കഴിയുമ്പോൾ അത് വലുതാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. മാറിയില്ലെങ്കിൽ മാറുമെന്നാണ് എല്ലാ ഡോക്ടർമാരും പറയുന്നത്, മാറട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനപ്പോൾ ആ ഒരു ഷോർട്സിൻ്റെ അതിൽ ആർക്കെങ്കിലും അത് എന്താണെന്ന് സംശയം തോന്നി, ഇപ്പോൾ ചോദിക്കാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ചോദിക്കാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാനീ പറയുന്നത്. പിന്നെ നമുക്ക് ഈ വീഡിയോ ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ കരഞ്ഞ് മെഴുകിയിരിക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ട് റീച്ച് ആക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ചെറിയ സംഭവം വരുമ്പോൾ, ഒരു പനി വരുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ട്രിപ്പ് ഇട്ട് കിടത്തി വീഡിയോ എടുക്കുന്ന ആൾക്കാരുണ്ട് കുട്ടികളെ വെച്ച്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ എനിക്ക് തോന്നാറേ ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഈ വീഡിയോ ഷോർട്സ് എടുത്ത് തന്നെ ഞാൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ വെറുതെ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ എടുത്തിട്ടില്ല, അല്ലാതെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിക്കുന്നതിൻ്റെ അവിടെ നിന്നോ അല്ലെങ്കിൽ ഡോക്ടറെ ഹോസ്പിറ്റലിൻ്റെ അകത്തുനിന്ന് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടില്ല. കാരണം എനിക്ക് തോന്നാറില്ല, എനിക്ക് എൻ്റെ കുട്ടീൻ്റെ ഇതാവണം എന്നല്ലാതെ എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടി എനിക്ക് തോന്നിയിട്ടേ ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വീഡിയോ ഇന്ന് വരെ എടുത്തിട്ടുമില്ല. പിന്നെ അതൊക്കെ കാണിച്ച് റീച്ച് ഉണ്ടാക്കുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിന് നല്ല വലിയ യൂട്യൂബേഴ്സ് വരെ ആ ഒരു ചെറിയ കാര്യം കൊണ്ട്, ചെറിയ പനി വന്നാൽ പോലും ആ ഒരു വീഡിയോ അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഇടുന്നുണ്ടല്ലേ. പക്ഷെ എനിക്കതിന് തോന്നിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാനല്ലെങ്കിലും ഈ കരഞ്ഞു മെഴുകിയൊന്നും ഇരിക്കാറില്ല, അത് വേറെ കാര്യം. കാരണം എനിക്ക് ഇത്രയും കാലം ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആ ഒരു ഇതില്ല. കാരണം എനിക്ക് അവൻ അങ്ങനെ ഉണ്ട്, അത് മാറിക്കോളും, അതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ മോന് ചെറുപ്പം തൊട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് അറിയാത്ത അത്രയും അടുത്തുള്ള ആൾക്കാർ വരെ നമുക്കുണ്ട് കേട്ടോ. കാരണം ഞങ്ങളുടെ മോന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പനിയൊന്നും അല്ലാതെ തന്നെ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ബ്രീത്ത് ഹോൾഡിങ് സ്പിൽസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഈ ബോധം കെട്ടി ശ്വാസം ഇല്ലാതെ കിടക്കുന്നത് കരഞ്ഞു കഴിയുമ്പോൾ, ആ ഒരു സംഭവം കൊണ്ട് ഞങ്ങൾ പേടിച്ച് എന്തൊക്കെ പറ്റിയിട്ടുണ്ട്. ആദ്യമായിട്ട് അത് വരുന്ന സമയത്തൊക്കെ, ആദ്യമായിട്ട് എന്നല്ല, എപ്പോൾ വന്നാലും നമ്മുടെ മക്കൾക്ക് ഒരു ഇത് പറ്റിക്കഴിഞ്ഞാൽ അത് ഒരു സങ്കടം അത് വേറെ തന്നെയാണ്. പിന്നെ ആദ്യമായിട്ടൊക്കെ പറ്റിയ സമയത്ത് ഇതെന്താണെന്ന് പോലും അറിയാതെ അത്ര ടെൻഷൻ അടിച്ച് തന്നിട്ടുണ്ട്. അതൊന്നും ആരും കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കിതൊന്നും പറഞ്ഞിട്ട് എനിക്ക് റീച്ച് ഉണ്ടാക്കാനൊന്നും അല്ല കേട്ടോ, ഞാൻ കാര്യം പറയാണ്. അല്ലെങ്കിൽ എനിക്ക് വീഡിയോക്ക് റീച്ചൊന്നുമില്ല, ഞാൻ കാര്യം പറയണം. അപ്പോൾ ഇതൊന്നും അറിയാത്ത കുറേ ആൾക്കാർ എൻ്റെ ഫാമിലി പോലും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ലേ അതൊക്കെ തന്നെ. പിന്നെ പറയാൻ വന്ന കാര്യങ്ങളൊക്കെ മാറിപ്പോയി, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതാണ്, പ്രഗ്നൻസി സമയത്ത് എനിക്ക് ഈ ഒരു അച്ചൂടിനെ മറ്റേ കിഡ്നിക്ക് ആ ഒരു സംഭവം ഉണ്ടായിരുന്നു, നീർക്കെട്ട് എന്നുള്ള ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. ജനിച്ചു കഴിഞ്ഞപ്പം ആ ഡോക്ടറോട് ഞാനാണ് അങ്ങോട്ട് പറഞ്ഞത്, മറ്റേ പീഡിയാട്രീഷ്യൻ വന്ന് നോക്കുമല്ലോ കുഞ്ഞായിരിക്കുമ്പോൾ, പീഡിയാട്രീഷ്യൻ വന്ന് നോക്കുന്ന സമയത്ത് അവർ ആ സ്കാനിൽ കണ്ടില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാനാണ് അങ്ങോട്ട് പറഞ്ഞത് മോർണിംഗിൽ ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്, വയറ്റിലുള്ള സമയത്ത് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, കുട്ടിക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അതൊന്ന് നോക്കണോ ചോദിച്ചപ്പോഴാണ് ഡോക്ടർ ആണോ അങ്ങനെ ഉണ്ടോ റിപ്പോർട്ടൊന്ന് കാണിക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനെ റിപ്പോർട്ട് എടുത്ത് നോക്കിയപ്പോഴാണ് അതിനകത്ത് ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ 45 ദിവസം കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർ ശ്രദ്ധിച്ചില്ലെങ്കിലും നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ട് നിങ്ങളുടെ മക്കളെ കാര്യം നോക്കണം കേട്ടോ. കാര്യം എന്താണെന്നറിയോ, ഇപ്പം എൻ്റെ മോനെ അപ്പോളേ ഡോക്ടർ പറഞ്ഞു മാറിക്കോളും. പക്ഷെ നമ്മൾ ആ മാറിക്കോളും എന്ന് പറഞ്ഞിട്ട് വിടാനേ പാടില്ല. കാരണം നമ്മുടെ ബോഡി എങ്ങനെയാണ് ഉള്ളതെന്ന് നമുക്കറിയില്ല. ചിലപ്പം കൂടാനോ കുറയാനോ ഒക്കെ ചാൻസ് ഉണ്ട്. ഒരു പ്രായം എത്തുമ്പോൾ എല്ലാം കുറയുമെന്ന് പറയും, കുറയട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എല്ലാ മക്കൾക്കും അതുപോലെ തന്നെ ഒരു പ്രായം എത്തുമ്പോൾ
ഈ ഉള്ള കാര്യങ്ങളൊക്കെ കുറയട്ടെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ എന്താ പറയാൻ വന്നതെന്ന് തന്നെ ഞാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എനിക്ക് ഇനി ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ട് ഞാൻ ഈ ചാനലിൽ ഇടില്ല, കാരണം ഞാൻ നമ്മുടെ ഹാപ്പി ആയിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പറയാറുള്ളൂ. അപ്പോൾ അതൊക്കെ തന്നെ ഇനി ചാനലിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ.